നമസ്കാരം പ്രിയമുള്ളവരെ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഒരു എക്സിറ്റ് പോൾ പുറത്തു വരുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ലോക് പോളിന്റെ എക്സിറ്റ് പോൾ ആണ് പുറത്തു വരുന്നത്. രാജ്യത്തെ ഏറ്റവും ക്രിയാത്മകമായ അല്ലെങ്കിൽ ഏറ്റവും വിശ്വാസയോഗ്യമായ ഏജൻസികളിൽ ഒന്നായ ലോക് പോളിന്റെ റിപ്പോർട്ട് പ്രകാരം UDF നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടും. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തിരഞ്ഞെടുക്കപ്പെടും എന്ന വിവരമാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. മുന്നണി കണക്ക് വോട്ട് ശതമാനം പരിശോധിക്കുകയാണെങ്കിൽ UDF 48% വോട്ടുകൾ നേടും, LDF 37% വോട്ടുകൾ നേടും. ഏകദേശം 11% വോട്ടുകളുടെ വ്യത്യാസം. അത് വോട്ടുകളുടെ എണ്ണമായി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 19,000-ൽ പരം വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് ലോക് പോളിന്റെ സർവേ പ്രവചിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെന്ന് വെച്ചാൽ PV അൻവർ അവിടെ വലിയ ഫാക്ടറാണെന്ന് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വെറും 4% വോട്ടാണ് ലോക് പോൾ പ്രവചിക്കുന്നത്. അത് എത്രത്തോളം യാഥാർത്ഥ്യ ബോധത്തോടെ ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. BJPക്ക് 5% വോട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് ലോക് പോൾ സർവേ. അപ്പോൾ ഈ ശതമാന കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 19,000-ൽ പരം വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് ഈ ലോക് പോൾ സർവേ വ്യക്തമാകുന്നത്. പക്ഷേ ഇതിന്റെ ആധികാരികതയെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് വിശാരദന്മാർ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് എന്നതും ഈ അവസരത്തിൽ നമ്മൾ ഓർത്തുവെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അൻവർ അവിടെ വലിയ ഫാക്ടറാണ്. മിക്കപ്പോഴും ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഒറ്റയ്ക്ക് മത്സരിച്ച് തന്നെ അദ്ദേഹം 47,000-ൽ പരം വോട്ടുകൾക്ക് നേടിയിട്ടുണ്ട്. ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിച്ച് 37,000 വോട്ടുകൾ നേടിയിട്ടുണ്ട്. അപ്പോൾ വലിയ ഫാക്ടറാണ്. വളരെ ജനസ്വാധീനമുള്ള ഒരു വ്യക്തിത്വമാണ് അൻവർ ആ മണ്ഡലത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഈ 4% വോട്ടുകൾ ലോക് പോൾ കൊടുത്തത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് വ്യക്തമാകുന്നില്ല. അതാണ് ഏറ്റവും വലിയ ചർച്ച. പ്രത്യേകിച്ചും അൻവർ പിടിക്കുന്ന വോട്ടുകൾ അനുസരിച്ചിരിക്കും മുന്നണികളുടെ വിജയ പരാജയ സാധ്യതകൾ എന്നത് വലിയ വസ്തുതയായി നിൽക്കെ ലോക് പോളിന്റെ ഈ ഇലക്ഷൻ പ്രവചനത്തിൽ അൻവറിന് വെറും 4%, BJPയെക്കാളും 1% വോട്ട് കുറച്ചു കൊടുക്കുന്നത് എന്ന് വ്യക്തമാകുന്നില്ല. ഈ സർവേയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LDFന് തിരിച്ചടിയാകുന്നത് LDF സ്ഥാനാർത്ഥി സ്വരാജ് മണ്ഡലത്തിൽ സുപരിചിതനല്ല. അദ്ദേഹത്തെ ഒരു നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിലെ ആളുകൾ പരിഗണിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്തിന് ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ 2016 ശേഷം പരാജയത്തിന് ശേഷം 2016 അൻവറിനോട് പരാജയപ്പെട്ട ശേഷം മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നത് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ ഇലക്ഷൻ റിസൾട്ടിൽ അനുകൂലമായി പ്രതിഫലിപ്പിച്ചേക്കാം എന്ന ഒരു വസ്തുതയുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ റിസൾട്ട് വരുന്നതെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷൻ 2026 നിയമസഭാ ഇലക്ഷനിൽ ഈ 19,000-ൽ പരം വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ UDFന്റെ സംഘടനാ സംവിധാനം LDFനേക്കാൾ എത്രത്തോളം ദുർബലമായാലും അതിനെയൊക്കെ അതിജീവിച്ച് UDF സർക്കാർ നിലവിൽ വരത്തക്ക വിധം ഒരു ജനരോക്ഷം LDF സർക്കാരിനെതിരെ ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഇവിടെ ഒരു 3,000 വോട്ടിന് അല്ലെങ്കിൽ 2,000, 3,000, 1,000 വോട്ട് കണക്കിനാണ് UDF വിജയിക്കുന്നതെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിലും LDFന് 2026 നിയമസഭാ ഇലക്ഷനിലും LDFന് സാധ്യതയുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താം. കാരണം LDFനാണ് കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങൾ, നിലമ്പൂരിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ, അതുപോലെ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു അന്തരം വിശകലനം ഒക്കെ വെച്ചായിരിക്കാം ഒരുപക്ഷെ ഇവിടെ UDF വിജയിച്ചിട്ടുണ്ടാകുക. കാരണം ഇത് പരമ്പരാഗതമായി UDFന്റെ മണ്ഡലമാണ്. അൻവർ ഫാക്ടറും പിന്നെ ഒരിക്കൽ TK ഹംസയുടെ ഒരു ജനസ്വാധീനവും വെച്ചാണ് അവിടെ LDF ജയിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് മറ്റൊരിക്കൽ കൂടി സഖാവ് കുഞ്ഞാലി കൂടി അവിടെ വിജയിച്ചിട്ടുണ്ട് നിലമ്പൂരിൽ. അപ്പോൾ അത് UDF മണ്ഡലമാണ്. അവിടെ ഒരു 2,000, 3,000 വോട്ടുകൾക്കകമാണ് UDF വിജയിക്കുന്നതെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ LDFന് തിരിച്ചു വരാനുള്ള മൂന്നാമത് പിണറായി സർക്കാർ നിലവിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ ആ ഭൂരിപക്ഷം UDFന്റെ ഭൂരിപക്ഷം ഒരു 19,000 മേലെയൊക്കെ പോവുകയാണെങ്കിൽ വലിയ ജനരോക്ഷം അല്ലെങ്കിൽ ജനവിരുദ്ധ സർക്കാരാണെന്നുള്ള പ്രതിഫലനം ഉണ്ടാകും. UDF എത്രത്തോളം അവരുടെ സംഘടനാ സംവിധാനം ദുർബലമായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ച് അധികാരത്തിൽ എത്താനുള്ള സാഹചര്യം വളരെ വലുതാണെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വിശകലനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്നൊക്കെ ഏറ്റവും പ്രധാനമായി ഉരുത്തിരിയുന്ന സംഗതി. മറ്റൊന്ന്, 2 പിന്തുണകൾ സ്വരാജിന് പാരയാകുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന് PDPയുടെ പിന്തുണ, മറ്റൊന്ന് ഹിന്ദു മഹാസഭയുടെ പിന്തുണ. ഹിന്ദു മഹാസഭ നേരത്തെ ഗാന്ധിജിയുടെ വധവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയാണ് എന്ന രീതിയിലൊക്കെ പരാമർശങ്ങളും വിവാദങ്ങളും ഉണ്ടാകുകയാണ്. ഒപ്പം തന്നെ PDPയുടെ പിന്തുണ, അത് PDP നേരത്തെ തിരുവനന്തപുരം ജില്ലയിലെ പെരുമാതുറയിൽ അവിടെ SFIയുടെ ലോ കോളേജ് ചെയർമാനായിരുന്ന സക്കീറിനെ കൊല ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സോഷ്യൽ മീഡിയ വിങ്ങുകൾ UDFന്റെ സോഷ്യൽ മീഡിയ വിങ്ങുകൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവരികയാണ്. ഒപ്പം ഈ
EK നയനാർ വാദിനി അറസ്റ്റ് ചെയ്ത് കൊടുത്തത് താനാണെന്ന് അവകാശവാദം ഉന്നയിച്ചതുമൊക്കെ ചർച്ചയാകുകയാണ്. അപ്പോൾ രണ്ട് പിന്തുണ സ്വരാജിന് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് പ്രഖ്യാപിച്ച ഒരു പിന്തുണ ആര്യാടൻ ഷൗക്കത്തിന് തിരിച്ചടിയാകുന്നുണ്ടെന്ന് എന്നാണ് മണ്ഡലത്തിലെ ആളുകളുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന വിവരം. അതായത് ആര്യാടൻ ഷൗക്കത്ത് നിയമപരമായ ചില പ്രശ്നങ്ങൾ നമ്മുടെ മറുനാടൻ സാജൻ നേരിടുന്ന സമയത്ത് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നടത്തിയ ചില പ്രസ്താവനകൾ ആര്യാടൻ ഷൗക്കത്തിനും തിരിച്ചടിയാകുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മണ്ഡലത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ അങ്ങനെ രണ്ട് പിന്തുണ പ്രഖ്യാപിക്കൽ, അതായത് PDPയുടെയും ഹിന്ദുമഹാസഭയുടെയും പിന്തുണ പ്രഖ്യാപിക്കൽ സ്വരാജിന് തിരിച്ചടിയാകുമ്പോൾ നേരത്തെ ഒരിക്കൽ മറുനാടൻ സാജന് പിന്തുണ പ്രഖ്യാപിച്ചത് ആര്യാടൻ ഷൗക്കത്തിനും തിരിച്ചടിയാകുന്നു. എന്തായാലും ലോക്പോൾ സർവേയുമായി ബന്ധപ്പെട്ട് വിശകലനങ്ങൾ വരികയാണ്. വീണ്ടും വേറൊരു വാർത്തയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.